വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കേരളത്തിലെ മുനമ്പത്തെ കടലിന്റെ മക്കൾ. ബിൽ നിയമമായാൽ ഭൂമി തിരികെ ലഭിക്കുമെന്ന മന്ത്രി കിരൺ റിജിജുവിന്റെ വാക്കുകളെ ഏറെ ആശ്വാസത്തോടെയാണ് അവർ കേൾക്കുന്നത്. അവതരണ വേളയിൽ മുനമ്പം ജനതയുടെ പോരാട്ടം പരാമർശിച്ചു കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു. കേരളത്തിലെ മുനമ്പത്ത് 600ഓളം കുടുംബങ്ങളുടെ ഭൂമിക്കാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ബിൽ നിയമമാകുന്നതോടെ മുനമ്പത്തുകാരുടെ ഭൂമി തിരികെ ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വഖഫ് ബിൽ അവതരണം മുനമ്പം നിവാസികളും സമരസമിതിയും തത്സമയം വീക്ഷിക്കുകയാണ്. ഇതിനിടെയാണ് മുനമ്പം സഭയിൽ ഉയർന്നു കേട്ടത്. കേരളത്തിലെ ഇടതു വലത് എംപിമാർ ബില്ലിൽ എന്ത് നിലപാട് എടുക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ട് എങ്കിലും അത് നേരിട്ട് കാണാൻ കാത്തിരിക്കുകയാണ് മുനമ്പം ജനത. ബിൽ നിയമമായ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി പറയുന്നു. മുനമ്പവും വഖഫും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്. 1902 തിരുവിതാംകൂർ രാജാവ് അബ്ദുൾ സത്താർ സേഠ് എന്ന ആൾക്ക് മുനമ്പത്ത് ഭൂമി നൽകി. അദ്ദേഹത്തിൽ നിന്ന് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഭൂമി ലഭിച്ചു. ഈ ഭൂമി ലഭിച്ച മാനേജ്മെന്റ് ഇവിടെ താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തി. ആധാരം കിട്ടിയ ഭൂമിയിൽ അവർ കരവും അടച്ച് താമസിച്ചു വരുമ്പോഴാണ് 2019 ആസ്തി വിവരത്തിൽ മുനമ്പം ഭൂമി ഉൾപ്പെട്ടത്. ഇതാണ് ഇപ്പോൾ കോളിളക്കം ഉണ്ടാക്കുന്നതും. 2022 ഒരാൾ നികുതി അടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് ആ വഖഫ് കുരുക്ക് പുറം ലോകം അറിഞ്ഞത്. വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമി ഫാറൂഖ് കോളേജിന് ദാനമായി ലഭിച്ചതാണ് എന്ന് കോടതി വിധിയുണ്ട്. അങ്ങനെ ദാനം കിട്ടിയ ഭൂമി വഖഫായി കണക്കാക്കാൻ സാധിക്കില്ല. ഫാറൂഖ് കോളേജിന് അബ്ദുൾ സത്താർ സേഠ് രജിസ്റ്റർ ചെയ്ത് നൽകുമ്പോൾ നിബന്ധനകൾ വെച്ചിരുന്നു. വഖഫിൽ നിബന്ധനകൾ പാടില്ലെന്നിരിക്കെ വഖഫായി ഭൂമിയെ പരിഗണിക്കാൻ കഴിയില്ല. തങ്ങൾ കരമടച്ചു വരുന്ന ഭൂമിയിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചു എന്നത് അധികാരികൾ മറച്ചുവെച്ചത് ചട്ടവിരുദ്ധമാണ്. നിലവിൽ ഈ വിഷയം കോടതികളുടെ പരിഗണനയിലായിരുന്നു. തീർത്തും നിയമപരമായ വഴികളിലൂടെയാണ് മുനമ്പം മേഖലയിൽ വഖഫ് ഇടപെടൽ. നിലവിൽ കുടിയൊഴിപ്പിക്കാനൊന്നും വഖഫ് ബോർഡ് ശ്രമിച്ചിരുന്നില്ല. കോടതിയുടെ ഉത്തരവിനായി കാക്കുകയും ചെയ്തിരുന്നു ബോർഡ്. മുനമ്പത്തെ വഖഫ് വിഷയത്തിൽ വീട് പ്രദേശവാസികളുടെ ജീവിതം തന്നെ ചലനമറ്റുപോയ നിലയിലായിരുന്നു. കരമടയ്ക്കാൻ സാധിക്കുന്നില്ല. കടപ്പുറം വേളാങ്കണ്ണി മാതാപ്പള്ളിയും വൈദിക മന്ദിരവും മഠവും സെമിത്തേരിയും ഒക്കെ വഖഫിന്റെ സ്വത്തായി മാറുന്ന ഒരു നിലയിലായിരുന്നു. കിടപ്പാടം വിട്ടു പോകേണ്ടി വരുമോ എന്ന നീറുന്ന ചിന്തയിൽ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു പ്രദേശവാസികൾ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വളരെ കരുതലോടെയാണ് മുനമ്പം വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടുള്ളത്. പൊതുവെ മുനമ്പത്തുകാർക്കൊപ്പമാണെന്ന വികാരമാണ് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത് എങ്കിലും അതൊന്നും അവരുടെ ആശങ്ക അകറ്റാൻ പ്രാപ്തമായില്ല എന്നതാണ് വാസ്തവം. മുനമ്പം പോലെ എറണാകുളം പുല്ലേപ്പടിയും ഇതുപോലെ പ്രശ്നബാധിതമായ ഒരു പ്രദേശമാണ്. മുനമ്പത്ത് ക്രൈസ്തവരാണ് ഇരകളെങ്കിൽ അവിടെ വഖഫിന്റെ സ്വന്തം ആളുകൾ കോടികൾ വിലമതിക്കുന്ന സ്വത്തുകൾ വഖഫായി സ്വന്തമാക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്ന വാർത്തകളായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ മറവിൽ കുടുംബസ്വത്ത് പള്ളിയിലെ വഖഫ് സ്വത്താക്കി മാറ്റിയെന്നും ആരോപണമുണ്ടായിരുന്നു. എറണാകുളം പുല്ലേപ്പടിയിൽ താമസിക്കുന്ന അബ്ദുൾ സത്താർ മുസ ഹാജി സേഠിന്റെ കൊച്ചുമകൾ ഷംസാദാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി എത്തിയത്. 400 കോടിയുടെ സ്വത്തിനാണ് വഖഫ് അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. എറണാകുളം നഗരമധ്യത്തിൽ 1 ഏക്കറിലധികം സ്ഥലത്താണ് ഇവരുടെ കുടുംബ വീട് സ്ഥിതി ചെയ്തിരുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ആ വീടിന് 100 വർഷത്തിലധികം പഴക്കമുണ്ട്. ആ വീട്ടിലാണ് ഷംസാദും സഹോദരനും താമസിച്ചു വന്നത്. മുനമ്പത്ത് വഖഫ് അവകാശവാദം ഉന്നയിച്ച സ്ഥലവും മുൻപ് കുടുംബത്തിന്റേതായിരുന്നു. തിരുവിതാംകൂർ രാജാവിൽ ഇവരുടെ മുത്തച്ഛൻ അബ്ദുൾ സത്താർ മുസ ഹാജിക്കാണ് മുനമ്പത്തെ സ്ഥലം ലഭിച്ചത്. സംസ്ഥാനത്ത് ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ വരുന്ന കാലത്ത് വഖഫിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽപ്പെട്ടവർ വീട്ടിലെത്തി. ഒരാൾക്ക് 16 ഏക്കർ സ്ഥലം മാത്രമേ കൈവശം വെക്കാൻ പാടുള്ളൂവെന്നും സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടും എന്നും മക്കൾ വഴിയാധാരമാക്കുമെന്നും അച്ഛനോട് പറഞ്ഞു. സ്വത്ത് സർക്കാർ കൊണ്ടുപോകാതിരിക്കാൻ സ്വത്ത് ട്രസ്റ്റാക്കി മാറ്റാനാണ് നല്ലത് എന്ന് പറഞ്ഞ് ബാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നാലെ മുത്തച്ഛന്റെ പേരിലുള്ള ട്രസ്റ്റിന് ബാപ്പയും ചേട്ടനും സ്വത്തവകാശം എഴുതി വെച്ചു. പിന്നീട് ട്രസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ തന്ത്രപരമായ ആലുവ പള്ളിയിലെ വഖഫ് സ്വത്താക്കി മാറ്റുകയായിരുന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ്, നിരവധി കുടുംബങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളാണ് വഖഫിന്റെ പേരിൽ ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ന് ആ വഖഫ് ബില്ല് നിയമമാവുകയാണ് എങ്കിൽ ഇതിനെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും, ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ വഖഫ് ഭേദഗതി ബില്ലിന്റെ അവതരണത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ, അത് എന്തൊക്കെയാണ് അതിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നറിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേർ കേരളത്തിൽ തന്നെയുണ്ട്. എന്നാലും ബില്ലിനെ എതിർത്ത് ആദ്യം രംഗത്തെത്തിയത് പ്രതിപക്ഷ നിരയിൽ നിന്നും കോൺഗ്രസ് എം പി KC വേണുഗോപാലാണ്. വിപ്പുണ്ടായിട്ടും രാഹുലും പ്രിയങ്കയും വളരെ വൈകിയാണ് സഭയിൽ എത്തിയത്. രാവിലെ മുനമ്പം പ്രദേശത്തിന്റെ എം പി ഹൈബി ഈഡന്റെ ഓഫീസ് പരിസരത്ത് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ മുന്നറിയിപ്പ്, പ്രതിപക്ഷത്തിനുള്ള ഒരു വലിയ മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തുന്നത്. കോൺഗ്രസ് എം പിമാരുടെ ശ്രദ്ധയ്ക്കെന്ന തലക്കെട്ടിൽ മുനമ്പം ഭൂരക്ഷണ സമിതിയുടെ പേരിലാണ് ആ പോസ്റ്റർ. വഖഫ് ബില്ലിനെ എതിർത്താലും ജയിച്ചു എന്ന് കരുതണ്ട, മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചാണ് കോൺഗ്രസ് എം പിമാർ വഖഫിനൊപ്പം നിന്നത്. വഖഫിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസെ ക്രൈസ്തവ സമൂഹത്തിന് നിങ്ങൾ നൽകിയ മുറിവായ മുനമ്പമെന്നും ഞങ്ങൾ ഓർത്തുവെക്കും. മുനമ്പത്തെ അമ്മമാരുടെ കണ്ണീരും പ്രാർത്ഥനയും ദൈവം കാണാതിരിക്കില്ല എന്ന ശുഭാപ്തി വിശ്വാസവും ആ പോസ്റ്ററിൽ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കിരൺ റിജിജുവിന്റെ വാക്കുകൾ മുനമ്പത്തെ ജനങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസം നൽകുന്നത് തന്നെയാണ്. അവർ ആ പ്രതീക്ഷയിൽ തന്നെയാണ്. ബിൽ നിയമമായാൽ അവർക്ക് ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരില്ല, ആ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള
എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുനമ്പം. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനങ്ങളുടെ ആശ്വാസത്തിന് കൈയടിക്കാൻ കാത്തിരിക്കുകയാണ് കേരള ജനതയും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.